എവിടേക്ക്? തന്നെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ദിവസം ആയിരുന്നു കേട്ടോ. നമ്മൾ മോളെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ സ്കൂളിൽ നിന്ന് അവർ പറഞ്ഞ ഡേറ്റ് അനുസരിച്ച് യൂണിഫോമും ബുക്കൊക്കെ കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മൾ മക്കൾ പുതിയ സ്കൂളിൽ ചേർക്കുമ്പോൾ എല്ലാ പേരൻസിനും ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അതാണിപ്പോൾ ഞങ്ങൾക്കുള്ളത്. പുതിയ സ്കൂള്, പുതിയ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് ഒക്കെ പുതിയ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോളുടെ അഡ്മിഷൻ പ്രോസസ്സൊക്കെ മുന്നേ ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഒരു മോളെ പേര് പറഞ്ഞു കൊടുത്തപ്പോൾ നമുക്കൊരു പേപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പേപ്പർ കൊണ്ട് നമ്മൾ ബില്ലിംഗ് സെക്ഷനിലേക്കാണ് പോയത്. എന്നിട്ട് കുട്ടിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് ആദ്യം ബില്ല് ചെയ്ത്, അതിനുശേഷം അവർ തന്ന ബില്ല് പേ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ട്രയൽ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അവിടുന്ന് മോളെ സൈസ് ഒക്കെ കറക്റ്റ് സൈസ് ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷം സൈസൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേണം ഇനി നമുക്ക് യൂണിഫോം കളക്ട് ചെയ്യാൻ. ഇതെല്ലാം നമ്മൾ കുട്ടികൾക്കും പേരൻസിനൊക്കെ ഒരുപോലെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ പേരൻറ്റിനും സ്വന്തം കുട്ടിയുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ട് ഒരുപാട് സ്വപ്നവും പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ അക്കാദമിക്സിനും കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ ഈ സ്കൂള്. പിന്നെ നമ്മൾ മോള് ചേർത്തിരുന്നത് ഐഡിയൽ ഇൻ്റർനാഷണൽ സ്കൂള് കടകശ്ശേരിയിലാണ്. അപ്പോൾ ഈ സ്കൂളിനെ കുറിച്ച് കേട്ടപ്പോൾ അക്കാദമിക്സിനും ഡിസിപ്ലിനും ഒക്കെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂള് എടുക്കാൻ തന്നെ സെലക്ട് ചെയ്യാനുള്ള തന്നെ കാരണം. നല്ല ക്യാമ്പസാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, പിന്നെ കുട്ടികളിൽ കംഫർട്ടബിൾ ആവും വേണം. അപ്പോൾ കുട്ടികൾ കംഫർട്ടബിളായി വളരാനും പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണം. ഇന്ന് നമ്മൾ യൂണിഫോമും ബുക്സൊക്കെ കളക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു വേറിട്ട സന്തോഷം തന്നെയാണ് കേട്ടോ. പുതിയ ബുക്സൊക്കെ കൈ കിട്ടിയപ്പോൾ എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ പുതിയ യൂണിഫോം, എന്നെക്കാളും കൂടുതൽ അവൾക്ക് എക്സൈറ്റ്മെൻറ്റ്. പിന്നെ സ്കൂൾ റീഓപ്പണിങ്സിന് മുമ്പുള്ള ഈ ചെറിയ മൊമെൻറ്റ്സ് നമ്മളെ ഫ്യൂച്ചറിലൊക്കെ നല്ലൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. നമ്മൾ ഈ ഓരോ കുട്ടികളുടെയും വിദ്യാഭ്യാസ യാത്ര എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് തന്നെ പോകണമല്ലേ. അപ്പോൾ എൻ്റെ മോളുടെ മാത്രമല്ല എല്ലാവരും മക്കളുടെയും വിദ്യാഭ്യാസ ഈ യാത്ര നല്ലതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുക, നിങ്ങളും പ്രാർത്ഥിക്കുക. ബുക്സും യൂണിഫോമൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ സ്കൂളിൻ്റെ പാർക്കിലും പോയി. അവിടെ എത്തിയപ്പോൾ മുതൽ കുട്ടികൾക്ക് വലിയ സന്തോഷം തന്നെയായിരുന്നു. ഓരോ പ്ലേ ഏരിയയിലും കയറണം, ഊഞ്ഞാലാടണം, സ്ലൈഡിൽ കയറണം എന്നൊക്കെ ഫുൾ ടൈം അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നാണ്. പിന്നെ ഇങ്ങനെ ഇവർ ഇത്രയും ഇഷ്ടത്തിൽ ഓടിച്ചാടി നടക്കണമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. പിന്നെ തിരിച്ചു പോകാനുള്ള സമയമായിട്ടും അവിടെ തന്നെ നിന്നാൽ മതി, പോവണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ കളിക്കണം എന്നായിരുന്നു. ഇനി സ്കൂളിൽ തുറന്നാൽ എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം സ്കൂളിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്കും കുറച്ചൊക്കെ ഒരു സന്തോഷമായി. അങ്ങനെ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ ദിവസം. ഇന്നത്തെ ഈ കുഞ്ഞു നിമിഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ടത്ര ലൈബൂന്. ലൈസു ഇമ്മേ ഇറങ്ങണില്ലേ? ഞങ്ങൾ യൂണിഫോമും ടെക്സ്റ്റൊക്കെ വാങ്ങിച്ച് ഇനി ഇത് ഞങ്ങൾ ഐഡിയയിൽ പോവാണ്. ഇതെന്താണ് ഇതേപോലെ യൂണിഫോം. അപ്പോൾ ഇത്രയും ബുക്ക് അവരവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇത്രയും ബുക്കുണ്ട്. ഒരു ബുക്ക്, ഈ യൂണിഫോമാണ്. യൂണിഫോമാണ്. ഇതിലേക്ക് സെയിം കളറ് സ്കേർട്ടാണ്. ഒരു ബ്ലാക്ക് ആണല്ലേ, ബ്ലാക്ക് അല്ല ഗ്രേയാ. ഒരു നേവി ബ്ലൂ അല്ല, ബ്ലാക്കും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇങ്ങനത്തെ ഒരു സ്കേർട്ട്,
ഒരു സ്കർട്ടിൽ 2 സ്കർട്ട്, പിന്നെ ഇത് ഇങ്ങനെ 3 ടീഷർട്ട്, ഒന്ന് ഇത് പിന്നെ അതുപോലെ ഒന്നതാ ഈ കളർ, അങ്ങനെ 3 ടീഷർട്ട്. ഇനി ഇങ്ങനെ ഒരു സംഭവം ഇത് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നത് സ്കൂൾ ആക്ടിവിറ്റീസിനായി കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള ആപ്രോണാണ് തോന്നുന്നുണ്ട്. ഡ്രോയിങ്ങും കളറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സ് ക്ലീൻ ആയിരിക്കാനാണ് തോന്നുന്നു. ഷോർട്സ് എനിക്ക് തോന്നുന്നു 2 യൂണിഫോമിനും, ഒന്ന് ബണ്ണി, 2 ടൈപ്പ് യൂണിഫോമുണ്ട്. ഒന്ന് ഇതും പിന്നെ ഒരു ബണ്ണി എന്ന് പറഞ്ഞിട്ട്. അത് ഇവിടെ സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇനി സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഫസ്റ്റ് ആണ് ഇങ്ങനത്തെ സ്ലേറ്റ് കാണുന്നത്. കണ്ടോ, 4 വരന്റെ സ്ലേറ്റ് ആണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ എനിക്ക് എന്തോ ഒരു വെറൈറ്റി പോലെ തോന്നി. പിന്നെ ഉള്ളത് ഒരു 4 വരന്റെ കോപ്പിയാണ്. അങ്ങനത്തെ ഒന്ന്. ഇത് 2 വരന്റെ കോപ്പി, 2 ബുക്ക്, പിന്നെ ക്ലാസ്മേറ്റിന്റെ കണ്ടോ അങ്ങനത്തെ ഒരു ബുക്ക്. എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ റൈറ്റിംഗ് പ്രാക്ടീസിനായി ഉപയോഗിക്കുന്ന നോട്ട്ബുക്കാണ് തോന്നുന്നുണ്ട്. ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ നീറ്റായി എഴുതാൻ വേണ്ടിയിട്ട് ആണ് തോന്നുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. പിന്നെ ഒരു സാധാ നോട്ട്ബുക്ക്, പിന്നെ ഒരു കളറിംഗ് ബുക്ക്. ഇനി ക്രയോൺസും ഉണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ ഞങ്ങളിത് വേണ്ട പറഞ്ഞ് ഇനി ഓപ്പണിങ് സമയത്ത് വാങ്ങാലോ എന്ന് വിചാരിച്ച് തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വാങ്ങിട്ട് എന്തിനാ വിചാരിച്ചിട്ട് നമ്മളത് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതാണ് സ്കൂൾ ബുക്സും സ്ലേറ്റും. ഇഷ്ടപ്പെട്ടാ? നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണേ. അപ്പൊ ഇനി ഒരു സ്കൗട്ടിന്റെ ഒരു യൂണിഫോമും കൂടി ഉണ്ട്. അത് എൻ്റെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഐറ്റംസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.